പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വഴിത്തിരിവ്. നിർണായക വെളിപ്പെടുത്തലുമായി യുവതി. രാഹുൽ നിരപരാധിയാണ്, രാഹുൽ തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നും ഉന്നയിച്ചത് വ്യാജ ആരോപണമെന്നും യുവതി വീഡിയോയിൽ പറയുന്നു. കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് ഞാൻ രാഹുലേട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ തെറ്റാണത്, എൻ്റെ മാത്രം തെറ്റാണ്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോടെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. പക്ഷേ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക, സപ്പോർട്ടില്ലായ്മ, അങ്ങനെ വേണം പറയാനായിട്ട്. എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്, ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു, ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. കല്യാണത്തിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലേട്ടൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം. അതെന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിൻ്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു. അപ്പം അതിൻ്റെ ഡിവോഴ്സും കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ മെയ് 5-ാം തീയതിക്ക് മുന്നേ അത് കിട്ടും എന്ന് എന്നോട് പറഞ്ഞു, ഡിവോഴ്സ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മളത് പ്രൊസീഡ് ആയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ നമുക്ക് കിട്ടിയില്ല, ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടടാ, ഇത് കിട്ടിയില്ലല്ലോ, പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത്, അത് കുഴപ്പമില്ല, നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് 5-ാം തീയതി കല്യാണം കഴിക്കാമെന്ന് ഞാനാണ് രാഹുലേട്ടനോട് പറഞ്ഞത്. മാത്രമല്ല അന്നെന്നോട് പറഞ്ഞു, അച്ഛനോടും അമ്മയോടും, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയോടും ഇങ്ങനൊരു മാരേജിൻ്റെ കാര്യം പറയണം നീ, അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പേടിയെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും. അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാനത് ഹൈഡ് ചെയ്തു. അതായത് ഇങ്ങനൊരു മാരേജ് രാഹുലേട്ടൻ രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ഹൈഡ് ചെയ്തു. പറയേണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്തു നമ്മൾ മെയ് 5. ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് അറിയില്ല, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം അറിയില്ല. ഞാനാണത് പറയാണ്ടിരുന്നത്. പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല. ഒരു പക്ഷെ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ഒരു മാരേജ് മുടങ്ങിപ്പോയതിൽ രാഹുലേട്ടൻ മെൻ്റലി ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു.
അപ്പോൾ ആ ഒരു സമയത്താണ് രാഹുലേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ നിന്നു. ഓക്കെ, ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കിത് പ്രൊസീഡ് ചെയ്യണ്ടടാ, ഞാൻ മെൻ്റലി ഓക്കെ അല്ല എന്നോട് പറഞ്ഞായിരുന്നു, എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, എന്താണ്, അതെല്ലാം മാറിക്കോളും, അതെല്ലാം ശരിയായിക്കോളും, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. അങ്ങനെ എന്നെ വിശ്വസിച്ച് പുള്ളി എന്താ പറയുക, മെയ് 5-ാം തീയതി എന്നെ കല്യാണം കഴിക്കാണ് ഉണ്ടായത്. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക, ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡവറി ചോദിച്ചിട്ടില്ല. രാഹുലേട്ടനായിട്ട് മാത്രമേ, രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറയേണ്ടി വരും. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. രാഹുൽ കെ വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ ഏത് വിശ്വസിക്കും എന്ന സംശയം എല്ലാവർക്കും, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായും. അത്രത്തോളം കേരളീയ സമൂഹം ചർച്ച ചെയ്തതാണ് വിവാഹത്തിന് തൊട്ട് പിന്നാലെ ഒരു പെൺകുട്ടിയുടെ വധുവിനോട് ഇത്ര ക്രൂരമായി ഒരു ചെറുപ്പക്കാരൻ പെരുമാറിയതും അയാളുടെ വീട്ടുകാർ അവരെ ദ്രോഹിച്ചതുമൊക്കെ. പക്ഷെ അതൊന്നും ശരിയല്ല, എല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നീ പെൺകുട്ടി പറയുമ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ഈ പറയുന്നതിൻ്റെ ആകെ മൊത്തം കാര്യങ്ങൾ എങ്ങനെ നമുക്ക് സംഗ്രഹിച്ചെടുക്കാൻ കഴിയും? രതീഷ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരുപാട് പ്രമാദമായ കേസാണ്. കേരളം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കേസാണ്. അതിലാണ് ഇതുവരെ കേട്ടിരുന്ന, പുറത്തു വന്നിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി യുവതി തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. യുവതിക്ക് സ്വന്തമായൊരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. അതിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. 18 മിനിറ്റുള്ള ഒരു വീഡിയോയാണ് പങ്കുവെച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായി പറയുന്നത്, മാധ്യമങ്ങളോടും ഒപ്പം പോലീസിനോടും ഇതുവരെ ഒരുപാട് നുണകൾ പറയേണ്ടതായി വന്നു. അത് രക്ഷിതാക്കളുടെ, കുടുംബത്തിൻ്റെ നിർബന്ധം കാരണമാണ്. അതിലൊക്കെ ഖേദം പ്രകടിപ്പിക്കുന്നു. ഭർത്താവായ രാഹുൽ തന്നെ പറയുന്ന വിധത്തിൽ ഉപദ്രവിച്ചിട്ടില്ല, സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല, 150 പവനും കാറും ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ഈ യുവതിയുടെ രക്ഷിതാക്കൾ പരാതിയായി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത്. അതൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് എന്നാണ് യുവതി ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിലൊക്കെയുള്ള ഖേദം പ്രകടനം, കുറ്റബോധം തോന്നുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ. കുടുംബത്തിൻ്റെ നിർബന്ധം സഹിക്കുക വയ്യാതെയാണ് പറഞ്ഞത്. കേസിന് ബലം കിട്ടുന്നതിന് വേണ്ടി വക്കീലിൻ്റെ കൂടി നിർദ്ദേശം ഉൾക്കൊണ്ടാണ് സ്ത്രീധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് യുവതി വീഡിയോയിലൂടെ പറയുന്നത്. ഈ കേസിൽ ഇതുവരെ നടന്ന സംഭവങ്ങൾ, അതായത് വിവാഹം കഴിഞ്ഞ 6-ാം ദിവസമാണ് ഈ യുവതിയെ ഭർത്താവ് മർദ്ദിച്ചു എന്ന പരാതി വരുന്നത്. ഈ യുവതിയുടെ രക്ഷിതാക്കൾ ഇവിടെ പന്തീരാങ്കാവിൽ എത്തിയ സമയത്താണ് വിധത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ശരീരത്തിൽ കാണുന്നത്. തുടർന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്, എറണാകുളത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷമാണ് പരാതിയും ഒക്കെ പോലീസിൽ നൽകുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തും ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് യുവതി പറയുന്നത്. കേസിൽ വലിയ സംശയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ആദ്യം ബന്ധുക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ മർദ്ദനമേറ്റ പാടുകൾ ഈ പെൺകുട്ടി കാണിക്കുന്നത് എന്താണല്ലോ, അങ്ങനെ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നോ? പോലീസ് അന്വേഷണത്തിൽ അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എവിടെ നിന്ന് മർദ്ദനമേറ്റു, ആര് മർദ്ദിച്ചു, എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞ് വീട്ടുകാർ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ അതിനും ഒരു കാരണമുണ്ടാകുമല്ലോ. അങ്ങനെ നിരവധി സംശയങ്ങൾ ഉയരുകയില്ലേ? അക്കാര്യമൊക്കെ സാധൂകരിക്കുന്ന, അതിനൊക്കെ ഉത്തരം നൽകുന്ന ഒരു വീഡിയോ ആണോ ഇത്? രതീഷ്, ആ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് രാഹുലുമായി തർക്കമുണ്ടായിരുന്നു, 2 തവണ തന്നെ മർദ്ദിച്ചിട്ടുണ്ട്, 2 തവണ തല്ലിയിട്ടുണ്ട് എന്നാണ് ഈ യുവതി വീഡിയോയിൽ തന്നെ പറയുന്നത്. തുടർന്ന് കരഞ്ഞുകൊണ്ട് ബാത്റൂമിൽ പോയപ്പോൾ അവിടെ വീണു, അങ്ങനെയാണ് ശരീരത്തിൽ പരിക്ക് പറ്റിയതെന്നാണ് വീഡിയോയിൽ യുവതി പറയുന്നത്. അല്ലാതെ കേബിൾ ഉപയോഗിച്ച് തൻ്റെ കഴുത്തിൽ കുരുക്കുകയോ ആ വിധത്തിൽ ക്രൂരമായി ഉപദ്രവിക്കുകയോ രാഹുൽ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് യുവതി പറയുന്നത്. അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതായത് ഇവർ തമ്മിൽ തർക്കമുണ്ടായി, അതായത് മാട്രിമോണിയിലൂടെ ബന്ധപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. 2 തവണ രാഹുൽ തന്നെ തല്ലിയിട്ടുണ്ട്. അല്ലാതെ ഈ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കുകയോ ആ വിധത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല. 2 തവണ അടി കൊണ്ടതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടത്തിൽ, ദേഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് പോയിരുന്നു. അവിടെ വീണപ്പോഴാണ് പരിക്ക് സംഭവിച്ചത്. കാര്യം ആശുപത്രിയിൽ പോയപ്പോൾ, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പോയപ്പോൾ ഡോക്ടറോട് പറയുകയും ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്തു. അതിനുശേഷം രാഹുലുമായി കോംപ്രമൈസ് ചെയ്യാം
എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് യുവതി വീഡിയോയിൽ പറയുന്നത്. എന്തായാലും ഈ കേസിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പന്തീരങ്കാവ് SHOയെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതുപോലെ രാഹുൽ ഇപ്പോൾ ജർമ്മനിയിലാണുള്ളത്. ഇയാളെ കണ്ടെത്തുന്നതിന്, തിരികെ എത്തിക്കുന്നതിന് വേണ്ടി ആദ്യം ബ്ലൂ കോർണർ നോട്ടീസ്, പിന്നീട് റെഡ് കോർണർ നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. കേസിൽ 5-ാം പ്രതിയായി പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തിയിട്ടുമൊക്കെയുണ്ട്. ഇയാളും സസ്പെൻഷനിലാണ്. ഈ വിധത്തിലുള്ള നടപടികൾ ഒക്കെ പുരോഗമിക്കുന്നതിനിടെയാണ് പൂർണ്ണമായും ഒരു U-ടേൺ എടുത്തുകൊണ്ട് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് യുവതി രംഗത്തേക്ക് വരുന്നത്. അതായത് സ്ത്രീധന ആവശ്യപ്പെട്ടുള്ള പീഡനം ഉണ്ടായിട്ടില്ല, നേരത്തെയൊക്കെ പറഞ്ഞതുപോലെയുള്ള മർദ്ദനം ഉണ്ടായിട്ടില്ല, 2 തവണ, പക്ഷേ 2 തവണ മർദ്ദിച്ചു, അടിച്ചു എന്ന് യുവതി സമ്മതിക്കുന്നുമുണ്ട്. വീട്ടുകാരുടെ നിർബന്ധം അതിന് വഴങ്ങിയാണ് സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് 18 മിനിറ്റുള്ള വീഡിയോയിൽ യുവതി പറയുന്നത്. ഇപ്പം തന്നെ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇക്കാര്യം അവിടെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് രാഹുലിൻ്റെ കൂടെ പോകാൻ തീരുമാനിക്കുന്നത്. പക്ഷേ രാഹുലിൻ്റെ കൂടെ പോയാൽ പിന്നീട് ജീവനോടെ ഉണ്ടാവില്ലെന്ന് രക്ഷിതാക്കൾ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് എറണാകുളത്തെ വീട്ടിലേക്ക് പോയത് എന്നുകൂടി യുവതി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് പോലീസ് വിവരങ്ങൾ തേടി വരികയാണ്. ഈ യുവതി എവിടെയാണ് എന്ന കാര്യത്തിൽ ഈ വീഡിയോയിൽ വ്യക്തത വരുന്നുണ്ടോ രാഹുൽ? എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യമൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ടോ? രക്ഷിതാക്കൾക്കൊപ്പമാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ? അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സൂചനകൾ ഈ വീഡിയോയിലുണ്ടോ? രതീഷ്, നമ്മൾ ഈ യുവതിയുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഫോണിൽ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ ഒരു സുഹൃത്ത്, മാധ്യമപ്രവർത്തകർ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലില്ല, മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെയാണ് എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഏതായാലും അതാണ്, മറ്റൊരു രക്ഷിതാക്കളുടെ കൂടെയല്ല, മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെയാണ് കഴിയുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടും രാഹുലിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ താല്പര്യമുണ്ടെന്നുകൂടി യുവതി ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചും വരികയാണ്. ഒപ്പം തന്നെ യുവതിയുടെ മൊഴി മജിസ്ട്രേറ്റ് ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പോലീസിന് ലഭ്യമായിട്ടുമുണ്ട്. ഈ രഹസ്യമൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന കാര്യം നമുക്കും അറിയില്ല. പോലീസ് ബാക്കി നടപടികളൊക്കെ ചെയ്തു വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ജർമ്മനിയിലാണുള്ളത്. രാഹുലിനെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി ഇന്റർപോളിന്റെ ഒക്കെ സഹായം തേടി പോലീസ് റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചതുമാണ്. ശരി, 18 മിനിറ്റുള്ള വീഡിയോയിലൂടെയാണ് പെൺകുട്ടി നേരത്തെ പറഞ്ഞതെല്ലാം കളവാണ്, കെട്ടിച്ചമച്ചതാണ്. ഗാർഹിക പീഡനം എന്നത് തെറ്റാണ്. സ്ത്രീധനം വാങ്ങി ആവശ്യപ്പെട്ട് മർദ്ദിച്ചു എന്നത് തെറ്റാണ്. കാർ ആവശ്യപ്പെട്ട് മർദ്ദിച്ചു എന്നത് തെറ്റാണ്. സ്വർണം ആവശ്യപ്പെട്ട് മർദ്ദിച്ചു എന്നത് തെറ്റാണ്. രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇങ്ങനെയൊക്കെ പോലീസിനോട് പറഞ്ഞത് എന്ന് പറഞ്ഞിരിക്കുന്നു. വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട കേസിൽ ഒരു പോലീസുകാരന് എതിരെയടക്കം നടപടിയുണ്ടായ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കപ്പെട്ട കേസിലാണിപ്പോൾ ഈ യുവതി U-ടേൺ എടുക്കുന്നത്. ആ വീഡിയോ 18 മിനിറ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ അതിൻ്റെ ആദ്യത്തെ 4 മിനിറ്റ് മാത്രമാണ് കേട്ടത്. നമുക്ക് കുറച്ച് ഭാഗം കൂടി ഒന്ന് കേൾക്കാം. മാത്രമല്ല, അന്നെന്നോട് പറഞ്ഞു, അച്ഛനോടും അമ്മയോടും, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയോടും ഇങ്ങനൊരു മാരേജിൻ്റെ കാര്യം പറയണം നീ, അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പേടിയെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും. അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാനത് ഹൈഡ് ചെയ്തു. അതായത് ഇങ്ങനൊരു മാരേജ് രാഹുലേട്ടൻ രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ഹൈഡ് ചെയ്തു. പറയണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്തു നമ്മൾ. ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് അറിയില്ല, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം അറിയില്ല. ഞാനാണത് പറയാണ്ടിരുന്നത്. പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല. ഒരു പക്ഷെ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ഒരു മാരേജ് മുടങ്ങിപ്പോയതിൽ രാഹുലേട്ടൻ മെൻ്റലി ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് രാഹുലേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ നിന്നു. ഓക്കെ, ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്.